എന്ന സ്ഥലത്ത് ചേട്ടൻ അനുജന്മാർ രണ്ടുപേരുണ്ടായിരുന്നു, ശ്യാംലാൽ പിന്നെ രാംലാൽ. രാംലാലിന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ ഇന്ന് രാംലാൽ തന്റെ അനുജനെയും തന്റെ അമ്മ റോമിയെയും കാണാനായി വീട്ടിലേക്ക് വന്നു. അല്ല രാംലാൽ മോനെ, നീ എത്തിയോ മോനെ? നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു? അമ്മേ, എല്ലാം നന്നായിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അവകാശത്തിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാണ്. ഞാൻ എന്താ പറയുന്ന അമ്മേ, ദയവേത് സ്വത്തിനെ പിരിച്ചേക്കൂ. സ്വത്ത് പിരിക്കാനോ? പക്ഷേ ചേട്ടാ, എന്തിനാ ഇത്ര ധൃതി? ഇവിടെ നോക്ക്, നമ്മുടെ തമ്മിൽ പ്രശ്നം വേണ്ടെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളത് ഒന്നാണ്, വീടും കൃഷിസ്ഥലവും ശരിസമമായിട്ട് പിരിക്കണം. അതെ മോനെ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കുന്നു. പക്ഷെ ഒരു സത്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരെയും വിടാൻ എനിക്ക് മനസ്സില്ല മോനെ. നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ. അമ്മേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് എനിക്കും ഒരു ആലോചനയുണ്ട്. എന്താ ആലോചന ചേട്ടാ? പറയൂ. നമുക്കൊന്ന് ചെയ്യാം. നീയും അമ്മയും മുഴുവൻ കൃഷിയും എന്റെ പേർക്ക് എഴുതി വെക്കൂ. ഞാൻ അത് വിറ്റിട്ട് നഗരത്തിൽ ചെന്ന് ഒരു ഹോട്ടൽ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. അവിടെ ചെന്ന് ഞാൻ നിങ്ങൾക്ക് പൈസ അയക്കാം. ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ നിങ്ങൾ രണ്ടുപേരും എന്റെ സ്ഥലത്തേക്ക് വിളിച്ചേക്കാം. ശരി മോനെ, അതാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അതിന് ഞാനും സമ്മതിക്കുന്നു. അടുത്ത ദിവസം എല്ലാരും തലവന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് പത്രത്തിൽ സൈൻ ചെയ്ത് പാടമും വസ്തുക്കളും എല്ലാം രാംലാലിന്റെ പേരിൽ മാറ്റി എഴുതി. അതിനുശേഷം രാംലാൽ തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് നഗരത്തിലേക്ക് ചെന്നു. അമ്മേ, ചേട്ടന്റെ അടുത്തുനിന്ന് 2 മാസമായിട്ട് ഒരു കത്തും വന്നിട്ടില്ലല്ലോ. എന്താ സംഭവിക്കണമെന്ന് അറിയില്ലല്ലോ. എനിക്കും അറിയില്ല മോനെ. നീ ഒരു കാര്യം ചെയ്യ്, തലവനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ തിരക്കിട്ട് വാ. അദ്ദേഹവും ഇന്നാണ് നഗരത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ശ്യാംലാൽ തലവന്റെ വീട്ടിലേക്ക് ചെന്നു. തലവരെ, ഞാനും അമ്മയും വളരെ വിഷമത്തിലാണ്. ചേട്ടൻ നഗരത്തിൽ ഹോട്ടൽ തുടങ്ങുന്ന പറഞ്ഞത്. മാസം ഞങ്ങൾക്ക് പൈസ അയക്കാമെന്ന് പറഞ്ഞു. ശ്യാംലാൽ, നിന്റെ ചേട്ടൻ നഗരത്തില് കുറെ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? പക്ഷെ ഞാൻ അവന് ചെന്ന് കാണാൻ പോയപ്പോൾ അവൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോയി കളഞ്ഞു. ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് അവൻ പറഞ്ഞത് ഇനി അവനും ഈ ഗ്രാമത്തിലേക്ക് ഒരു സംബന്ധവും ഇല്ല എന്ന്. അവനും അവന്റെ ഭാര്യയും അവിടെ തന്നെ ഇരിക്കാൻ പോകുന്നെന്ന്. പിന്നെ അവസാനമായിട്ട് അവൻ എനിക്ക് 4000 രൂപ തന്നു. അത് ശ്യാംലാലിന്റെ കൃഷിന്റെ ഫലനാണെന്നാ പറഞ്ഞത്. അതുമാത്രമല്ലാതെ ആ കൃഷിയിൽ നിന്ന് അതുമാത്രം കിട്ടിയെന്നാ പറഞ്ഞത് അവൻ. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ഇതിനുശേഷം അവന് പൈസ അയക്കാൻ താല്പര്യമില്ല എന്ന്. ശ്യാംലാൽ തലവൻ നൽകിയ കാശ് കയ്യിൽ വാങ്ങിയിട്ട് വളരെ സങ്കടത്തോടെ വീട്ടിലേക്ക് തിരികെ വന്നു. ശ്യാംലാൽ വളരെ സങ്കടത്തോടെ ഒരു മരത്തിനരികിലേക്ക് ചെന്നു. എന്നിട്ട് വിഷമത്തോടെ തന്നോട് തന്നെ എന്തു പറഞ്ഞെന്നാൽ, ഇപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് എന്താ പറയാ? ചേട്ടൻ എങ്ങനെ മോശമായി പോയിരിക്കണെന്ന് എങ്ങനെയാ പറയാ? ഇല്ല, അമ്മയ്ക്ക് നന്നായിട്ട് വിഷമം വരും. നമുക്കൊന്നും പറയാൻ പാടില്ല. ഒരു വലിയ പണക്കാരൻ തന്റെ മാട്ടുവണ്ടിയിൽ ഒരു വലിയ തന്തൂർ എടുത്തുകൊണ്ട് വന്നു. മോനെ, എന്താ കാര്യം? എന്തിനാ നിങ്ങള് ഇത്ര വിഷമത്തോടെ ഇരിക്കുന്നേ? രാംലാൽ അല്ലെങ്കിലും നല്ല വിഷമത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. അദ്ദേഹവും തന്റെ കഷ്ടങ്ങൾ പറഞ്ഞു കരയാൻ ആരെങ്കിലും വരുമോ എന്ന് കാത്തിരുന്നു. അദ്ദേഹം അയാളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇവിടെ നോക്കൂ, ഞാൻ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നാ വരുന്നത്. എനിക്കും നിങ്ങളെ പോലെ ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ആ സമയത്ത് ഈ തന്തൂർ എന്റെ കൂടെ മാത്രം ഉണ്ടായിരുന്നത്. ഈ കാളവണ്ടിയിൽ കൊണ്ടുപോകുന്നില്ല, അതാണിത്. ഞാൻ ഇതെന്റെ കൂടെ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇതെനിക്ക് പുതിയ ജീവിതമാണ് തന്നത്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ഇത് എന്റെ അടുത്തുനിന്ന് മേടിക്കാം. എന്നാൽ ഈ തന്തൂർ എന്നെക്കാട്ടിലും നിനക്കാണ് ഇപ്പൊ ആവശ്യമുള്ളത്. പക്ഷെ ചേട്ടാ, എനിക്കിത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇത് എങ്ങനെയാ മേടിക്കുക? ഇപ്പൊ വരെ എന്റെ അടുത്തുള്ളത് വെറും 4000 രൂപയാണ് ചേട്ടാ. ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥ ശരിയാണെങ്കിലേ നിങ്ങൾ ചോദിക്കണ പൈസ ഞാൻ തന്നെ. വെറും 2000 രൂപ മാത്രം താ മോനെ. ബാക്കിയുള്ള 2000 രൂപേനെ ഈ തന്തൂരിൽ ഏതെങ്കിലും വ്യാപാരം തുടങ്ങാനായിട്ട് വെച്ചോ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ ശ്യാംലാലിന്റെ കയ്യിൽ ആ തന്തൂർ നൽകിയിട്ട് ചെന്നു. ആ തന്തൂർ എടുത്തുകൊണ്ട് ശ്യാംലാൽ തന്റെ വീട്ടിലേക്ക് വന്നു. തന്തൂർ എടുത്തിട്ട് രാംലാൽ വീട്ടിലേക്ക് വന്നതും അദ്ദേഹത്തിന്റെ അമ്മ രോഹിണി എന്തു ചോദിച്ചെന്നാൽ, മോനെ, എന്താണിത്? എന്താ ഇത് എടുത്തുകൊണ്ട് വന്നത്? അമ്മേ, ഇത് നമ്മുടെ ചേട്ടനാണ് തന്നത്. പിന്നെ എനിക്കൊരു ആലോചനയും പറഞ്ഞു തന്നു. എന്നെ ഇത് വെച്ചുകൊണ്ട് എന്തെങ്കിലും കച്ചവടം തുടങ്ങാൻ വേണ്ടി പറഞ്ഞു. നേരാണോ? രാംലാൽ അയച്ചു തന്നതാണോ? അവന് സുഖം തന്നെയല്ലേ?
അമ്മേ, ചേട്ടൻ നഗരത്തില് കൊറേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്രശ്നവുമില്ല. ശ്യാംലാൽ ഒരു കാര്യം അമ്മയോട് പറഞ്ഞതേ ഇല്ല. അതായത് രാംലാൽ ഗ്രാമത്തിലെ ബന്ധം വേണ്ടാന്ന് വെച്ചുവെന്ന്. പകരം ശ്യാംലാൽ അവരുടെ അമ്മയുടെ സന്തോഷത്തിനായി ഇങ്ങനെ ഒരു നുണ പറഞ്ഞു. വളരെ നല്ലത് മോനെ, നിന്റെ ഏട്ടൻ സന്തോഷമായിരിക്കുന്നല്ലോ. പക്ഷെ ഈ തന്തൂർ വെച്ച് നമ്മൾ എന്തു ചെയ്യാനാണ്? ഇവിടെ നോക്കാമേ, ഈ തന്തൂരി വെച്ചുകൊണ്ട് നമുക്കൊരു പുതിയ കട തന്നെ തുടങ്ങാം. തന്തൂരി ലിറ്റി ചോക്ക. അതെങ്ങനെയാ മോനെ? അമ്മേ, ഈ തന്തൂരിൽ നമുക്ക് ലിറ്റിയും ചെയ്യാം. വേവിച്ച ഉരുളക്കിഴങ്ങോടൊപ്പം മസാല ചേർത്തിയോണ്ട് ഇതിൽ നമുക്ക് ചേർത്താം. പിന്നെ ചോക്ക ചെന്ന് ലിറ്റിയോടൊപ്പം ചെന്ന് വിൽക്കാം. രോഹിണി ഇത് കേട്ടിട്ട് ഒരുപാട് സന്തോഷിച്ചു. ശ്യാംലാലിന് അവരുടെ അമ്മ വിഷമിക്കുന്നത് കാണാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് അദ്ദേഹം തന്റെ ചേട്ടനെ കുറിച്ച് നുണ പറഞ്ഞ് തന്റെ അമ്മയുടെ മനസ്സ് സന്തോഷിപ്പിച്ചു. അടുത്ത ദിവസം ശ്യാംലാൽ ഗ്രാമത്തിൽ മാർക്കറ്റിൽ വണ്ടിക്കടയിൽ തന്തൂരി ലിറ്റി ചോക്ക ഇട്ട് വ്യാപാരം ചെയ്തു. പിന്നെ തന്തൂരിൽ ലിറ്റി ഇട്ട് വേവിക്കുകയായിരുന്നു. ആ കടയിലേക്ക് ഇതുവരെ ആരും വന്നില്ല. പക്ഷേ തന്തൂരി ലിറ്റിയുടെ മണം മാർക്കറ്റിൽ സ്പ്രെഡ് ആകാൻ തുടങ്ങി. ഇവിടെ നോക്കു മോനെ ശ്യാംലാൽ, എന്താണിത്? ഇത് തന്തൂരി റൊട്ടിയാണോ? പിന്നെ ഇതെന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? ചേട്ടാ, ഇതൊന്നും റൊട്ടിയല്ല, ഇത് ലിട്ടിയാണ്. അതും തന്തൂരി കൊണ്ട്. കഴിച്ചു നോക്കുന്നേ. ഇതാണ് എന്റെ തന്തൂരി ലിറ്റി ചോക്ക. ഇത് നിങ്ങൾ ഒരു തവണ കഴിച്ചു നോക്കൂ തലവരെ. ശ്യാംലാൽ തലവന് ഒരു പ്ലേറ്റ് ലിറ്റി ചോക്ക നൽകി. തലവൻ സാറ് ഒരു വായി കഴിച്ചതും തന്നെ അദ്ദേഹം അങ്ങനെ ഉറഞ്ഞുപോയി. ഇത് എങ്ങനെയുണ്ട് തലവരെ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടായിന്നാണോ? ഇതിനു മുമ്പ് ഞാൻ ഇതുവരെ ഇത്ര രുചിയുള്ള ലിട്ടിച്ചൊക്കെ കഴിച്ചിട്ടില്ല. അടിപൊളിയായിരിക്കുന്നു. കൊള്ളാം, നല്ല രുചിയുണ്ട്. നല്ല രുചിയുള്ള ഭക്ഷണമാണ്. ഇനി ദിവസം രാവിലെ ഞാൻ ഈ ഭക്ഷണമാണ് കഴിക്കാൻ പോകുന്നത്. തലവൻ പുകഴ്ത്തുന്നത് കേട്ടിട്ട് പിന്നെ ലിറ്റിയുടെ മണമും കണ്ടിട്ട് അവിടെ അടുത്തുള്ളവരൊക്കെ ആ കടയിലേക്ക് വരാൻ തുടങ്ങി. ശ്യാംലാൽ എല്ലാവർക്കും ലിറ്റി ചോക്ക ചെയ്തു നൽകി. പിന്നെ കുറച്ചു സമയത്തിനകം ലിറ്റിയൊക്കെ തീർന്നു പോയിരുന്നു. പിന്നെ ജനങ്ങളൊക്കെ അവിടെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. മോനെ ശ്യാംലാൽ കണ്ണ, എനിക്ക് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ മോനെ? ഇല്ല, എല്ലാം നൽകിയോ? എന്നെ ക്ഷമിക്കൂ വലിയമ്മേ, ഇന്ന് കൊണ്ടുവന്ന ലിറ്റി ചോക്കൊക്കെ തീർന്നുപോയി. മോനെ, നാളെ കൂടുതൽ ചെയ്യേ. ഈ ഗ്രാമം മൊത്തം നിന്റെ ലിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കും കഴിക്കാൻ വേണം. ശരി വലിയമ്മേ, നാളെ തീർച്ചയായിട്ടും വരൂ. നിങ്ങൾക്ക് ലിറ്റി ചോക്ക തരാം. അതിനുശേഷം ശ്യാംലാൽ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തന്റെ അമ്മയോട് കാണിച്ചു. ആദ്യ ദിവസം തന്നെ അദ്ദേഹം 2000 രൂപ സമ്പാദിച്ചു. മോനെ, വെറും 3 മണിക്കൂർ കൊണ്ട് നീ നന്നായിട്ട് കാശുണ്ടാക്കി മോനെ. നാളെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചോ. ഞാനും നിന്റെ കൂടെ വരാം. നിന്നെ ഞാനും സഹായിക്കുമല്ലോ. അങ്ങനെ തലവനെ നോക്കി നിന്റെ ഏട്ടനെ കുറിച്ചും ചോദിക്കാമല്ലോ. അമ്മേ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ടെൻഷൻ ആവുന്നേ? ചേട്ടനെ കുറിച്ചുള്ള കാര്യം ഞാൻ തന്നെ നിങ്ങൾക്ക് വന്ന് പറയാം. 2 മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ ശ്യാംലാലിന്റെ വണ്ടിക്കട ഒരു കടയായി മാറിയിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയ കുടിൽ ഇപ്പോൾ വലിയൊരു വീടായി മാറിയിരുന്നു. അമ്മേ, ഞാൻ കട വരെ ഒന്ന് പോയിട്ട് വരാം. പിന്നെ ചേട്ടനും നഗരത്തില് നന്നായിട്ടാ ജീവിക്കുന്നത്. തലവരാണ് ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞത്. ശരി മോനെ, ഞാനും ഇന്ന് മാർക്കറ്റിലേക്ക് വരാം. വീണ്ടും നിന്നെ സഹായിക്കാൻ വരാം മോനെ. ശരി അമ്മേ, നിങ്ങൾക്ക് അതന്നെ സന്തോഷാണെങ്കിൽ നിങ്ങളും വരൂ. ശ്യാംലാൽ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോഴാണ് രാംലാൽ അവിടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ മുഖം ആകെ വാടിയിരുന്നു. പിന്നെ അദ്ദേഹം തല കുനിച്ചു പറഞ്ഞു, അമ്മേ. രാംലാൽ മോനെ, ഇത് നീയല്ലേ മോനെ? 1 വർഷമായി മോനെ നീ ഈ വീട്ടിലേക്ക് വന്നിട്ട്. പിന്നെ നിന്റെ മുഖം എന്താ ഇങ്ങനെ വാടിയിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, നിങ്ങൾ എങ്ങനെ ഇരിക്കണെന്ന് ചോദിക്കാൻ വന്നതാണ്. പിന്നെ അമ്മേ, നമ്മുടെ ഈ വീട് എങ്ങനെ ഇത്ര വലിയ വീടായത്? മോനെ, ഇതിനൊക്കെ കാരണം നീ അയച്ചു തന്നില്ലേ ആ തന്തൂറാണ് മോനെ. ഞാൻ ഒരു തന്തൂരിയും അയച്ചു വിട്ടിട്ടില്ല. ഈ അമ്മ എന്താ പറയുന്നേ? നീയല്ലേ മോനെ അയച്ചു തന്നത്? അതെ അമ്മേ, ഞാനാണ് ശ്യാമിലടുത്ത് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും സത്യം പറ. നീ മുൻപേ തന്നെ നിന്റെ അനിയന്റെ കൂടെ വഴക്കുണ്ടാക്കി. പക്ഷെ അവൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. അവൻ നിന്റെ കുറവുകളൊക്കെ മറച്ചു വെച്ചു. പിന്നെ ഇപ്പോൾ നിനക്കൊട്ടും നാണമില്ല അല്ലേ? നിന്റെ അമ്മയോട് നിനക്ക് സത്യം പറയാനാകുന്നില്ല അല്ലേ? എന്നെ ക്ഷമിച്ചേക്കമ്മേ, ഞാനൊരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരുന്നു. എനിക്ക് വേറെ ഒരു സഹായം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. പോയേക്ക്, ഇപ്പോൾ ഇവിടെ നിന്ന് പോയേക്ക് മോനെ. മുൻപേ തന്നെ ഈ ഗ്രാമത്തിന് നിനക്കും ഒരു ബന്ധവും ഇല്ലാതായിരിക്കുന്നു. ശ്യാംലാൽ തന്റെ കടയിലായിരുന്നു.
അപ്പോഴാണ് ദാമിനി കുഞ്ഞമ്മയും തലവനും മാറി മാറി സംസാരിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. എവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് തലവരെ? അമ്മേ, നിങ്ങളുടെ മുഖം കണ്ട ഒരുപാട് വിഷമോല പോലെ തോന്നുന്നു. ഇവിടെ നോക്കു മോനെ, ഞാൻ ഇന്ന് രാവിലെയാണ് നഗരത്തിലിരുന്ന് വന്നത്. അപ്പോ ഒരു ദിവസം നിന്റെ ചേട്ടന്റെ കടയ്ക്ക് ഞാൻ പോയിരുന്നു. എന്തുപറ്റി? ചേട്ടൻ അവിടെ സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? മോനെ, രാംലാലിന്റെ ഭാര്യയും അവളുടെ വീട്ടിലുള്ളവരും അദ്ദേഹത്തിന്റെ വ്യാപാരം മൊത്തം പിടിച്ചെടുത്തിരിക്കുന്നു. ഇക്കാര്യം അടുത്ത ഗ്രാമത്തിലെ ഒരാൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നിങ്ങളിപ്പോ എന്താ പറയുന്നത് അമ്മേ? രാംലാൽ തന്റെ ഭാര്യയുടെ പേരിലാണ് എല്ലാ വ്യാപാരവും ആരംഭിച്ചിരിക്കുന്നത്. വ്യാപാരം നല്ല രീതിയിൽ നടന്നതും റംബ അവനെ വിട്ടിട്ട് പോയി. പിന്നെ തന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് രാംലാലിൽ നിന്നും എല്ലാം പിടിച്ചെടുത്തിട്ട് അവനെ വിരട്ടി വിട്ടു. അപ്പൊ എന്റെ ചേട്ടൻ ഇപ്പൊ അദ്ദേഹത്തിന് സുഖമില്ലേ? നിന്റെ ചേട്ടൻ നിനക്ക് ചെയ്യുന്ന ദ്രോഹം ഉണ്ടല്ലോ, അതിനുശേഷവും നീ അവനെ കുറിച്ച് വിഷമിക്കുന്നു. പഴയ കാര്യമൊക്കെ ഒന്ന് വിട്ടേക്ക് തലവരെ. ഇതിന് കൂടുതൽ വലിയ ശിക്ഷ എന്റെ ചേട്ടൻ എന്താ ഉള്ളത്? ഇപ്പൊ അവൻ എവിടെയാണെന്ന് എനിക്കൊന്നും അറിയില്ല. ശ്യാംലാൽ കട മൂടിയിട്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മോനെ, പക്ഷേ ഞാൻ രാംലാലിനെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. മോനെ, ചെല്ലു മോനെ, ചെന്നവനെ കൂട്ടിക്കൊണ്ടുവാ. ഉടനെ ശ്യാംലാൽ രാംലാലിനെ തേടി അവിടെ നിന്നും ഓടി. ഗ്രാമത്തിലെ അതേ മരത്തിനരികിലേക്ക് ചെന്നു. എവിടെ പണക്കാര മനുഷ്യനെ കണ്ടോ അതേ മരത്തിനടിയിൽ രാംലാൽ അവിടെ തലയിൽ കൈ വച്ചിരിക്കുകയായിരുന്നു. ചേട്ടാ, എന്റെ കൂടെ വരൂ, നമുക്ക് വീട്ടിക്ക് പോകാം. ഞാൻ എങ്ങനെ വീട്ടിക്ക് വരൂ അനിയ? ഞാൻ എങ്ങനെ നിങ്ങളൊക്കെ നോക്കും? ഇപ്പൊ അമ്മയെ എന്റെ മേലെ ദേഷ്യത്തിലാണ്. എന്റെ മുഖം തന്നെ എനിക്കിപ്പോ കണ്ണാടിയിൽ കാണാൻ പറ്റുന്നില്ല. ചേട്ടാ, അമ്മേന്റെ അടുത്ത് നിങ്ങൾ ചെയ്ത ദ്രോഹമൊന്നും ഞാൻ അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അവര് നമ്മുടെ അമ്മയല്ലേ, നമ്മൾ കള്ളം പറഞ്ഞാ അവർക്ക് മനസ്സിലാവുമല്ലോ. അതെ അനിയ, നീ പറഞ്ഞത് ശരിയാണ്. ചേട്ടാ, നിങ്ങൾ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കൂടെ വീട്ടിക്ക് വരൂ, നമുക്ക് രണ്ടുപേരും ഒന്നു ചേർന്ന് ഈ കച്ചവടം ചെയ്യാം. പിന്നെ അമ്മേനെയും നല്ല പോലെ നോക്കാം. രാംലാലും ശ്യാംലാലും വളരെ സന്തോഷത്തോടെ അവരുടെ വീടിനെ നോക്കി നടന്നു ചെന്നു. അവർ വീട്ടിലേക്ക് പോയതും തന്നെ എന്റെ റാമും ഷ്യാമും, ഒരുത്തൻ ലിട്ടിയാണെങ്കിൽ മറ്റൊരുത്തൻ ചോക്ക, നിങ്ങൾ ഒന്നിച്ചിരുന്നാലേ നന്നായിരിക്കുള്ളൂ.